ഒരു ആരോപണം വന്നാൽ അതിന് സത്യമാണോ എന്ന് പറയാൻ നിയമപരമായി എന്താണ്? ഏത് സാഹചര്യത്തിൽ ആര് ആർക്കെതിരെ എന്ത് പറഞ്ഞു? അതായത് നിയമം സമയമെടുക്കും, രാഷ്ട്രീയം ഉടൻ വിധി പറയും. ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല, ഒരു സാധാരണ വോട്ടറുടെ സംശയമാണ്, അഥവാ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വോട്ടർമാരുടെ ചോദ്യമാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി 2ാം തവണ ഭരിക്കുന്നു, 3ാം തവണയ്ക്കായി വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെ അനവധി ആരോപണങ്ങൾ. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്: ഈ ആരോപണങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധങ്ങളോ? ഒരു സാധാരണ വോട്ടർ എന്ത് ചെയ്യണം തൻ്റെ വിലപ്പെട്ട വോട്ടവകാശം അർത്ഥപൂർണ്ണമാക്കാൻ? ആരാണ് ശരി, ആരാണ് തെറ്റ്, എങ്ങനെ തിരിച്ചറിയണം? ഈ വിഷയം വികാരത്തോടെ അല്ല, നിയമപരമായി വിവേകത്തോടെ വിലയിരുത്താൻ നമ്മോടൊപ്പം ഉണ്ട് അഡ്വക്കേറ്റ് BL വിജയ്. വെൽക്കം. താങ്ക് യു സർ. ഈ ചർച്ചയിൽ നമുക്ക് ഒരു വിധത്തിലുള്ള പക്ഷപാതമില്ലാതെ നിയമത്തിന്റെ രീതിക്കും വസ്തുതകളായും കണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുകയാണ്. ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഭൂരിഭാഗം അംഗങ്ങളും വീണ്ടും ജനവിധി തേടുന്നു. അതേസമയം അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വർഷങ്ങളായി ഉയരുന്നുണ്ട്. ചരിത്രപരമായ കേസുകൾ മുതൽ സമീപകാല വിവാദങ്ങൾ വരെ. പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ: പഴയ രാഷ്ട്രീയ കേസുകൾ, പോലീസ് ബന്ധപ്പെട്ട സംഭവങ്ങൾ, കരാർ വിവാദങ്ങൾ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ പോലുള്ള വിഷയങ്ങൾ, ഡാറ്റ കൈമാറ്റം, കോർപ്പറേറ്റ് ബന്ധങ്ങൾ. ഇതൊക്കെ പൊതുവിൽ ഉയരുന്ന ആരോപണങ്ങളാണ്. പക്ഷെ ചോദ്യം, ഇതിൽ എത്രയാണ് നിയമപരമായി തെളിഞ്ഞത്? ഒരു ആരോപണം വന്നാൽ അതിന് സത്യമാണോ എന്ന് പറയാൻ നിയമപരമായി എന്താണ് വേണ്ടത്? അതിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. ഒന്ന്, ഒരു ആരോപണം ഉണ്ടാകുന്നു, ആരോപണത്തിന്റെ മേലൊരു അന്വേഷണം നടക്കുന്നു, കോടതി വിധി ഉണ്ടാകുന്നു. ഈ കോടതി വിധി വരുന്നത് വരെ ഒരു വ്യക്തിയെയും നമുക്ക് എന്തായിട്ട് പറയാൻ കഴിയില്ല കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു വലിയ സംശയം: ഇന്ത്യയിൽ ശക്തമായ കേന്ദ്ര ഭരണമുണ്ട്, ശക്തമായ അന്വേഷണ ഏജൻസികളുണ്ട്. അങ്ങനെ വന്നാൽ ഈ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് വ്യക്തമായ നിയമ നടപടികൾ ജനങ്ങളുടെ മുന്നിൽ കാണുന്നില്ല? ഇതിന് ഇപ്പോൾ സാധ്യതകൾ പലതുണ്ട്. അപ്പോൾ പലപ്പോഴും തെളിവ് പല കേസുകളിലും പര്യാപ്തമായിരിക്കത്തില്ല. ചില കേസ് കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, അതിനകത്തൊരു കൺക്ലൂഷനിലേക്ക് കോടതി എത്തിയിട്ട് ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകത്തില്ല. പിന്നെ ചില കേസുകളിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ടാകത്തില്ല. പൂർത്തിയാകാത്ത കേസിൽ കുറ്റപത്രം കൊടുക്കാനോ കോടതിക്ക് തുടർ നടപടികളിലോട്ട് കിടക്കാനോ കഴിയില്ല. അപ്പോൾ കുറ്റപത്രം കൊടുക്കുന്നത് പലപ്പോഴും വലിയ കാലതാമസം നേരിട്ട് ഓരോ കേസിൻ്റെയും അനുസരിച്ചിട്ട് നീണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല കേസുകളിലും കോടതി വിധി വരാതെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഈ ആരോപണത്തിന് ഉപോത്പലകമായ എന്തെങ്കിലും തെളിവുകൾ കൊടുക്കാൻ കൂടെ അയാൾക്ക് ബാധ്യതയുണ്ടല്ലോ. വെറുതെ ഒരാൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ തെളിവുകൾ കൊടുക്കാൻ അവർക്ക് കഴിയാതെ വന്നാൽ ഈ ആരോപണമായി മാത്രം അന്തരീക്ഷത്തിൽ നിൽക്കും. അപ്പോൾ ആ ആരോപണം പറയുമ്പോൾ അതിന് ഉപോത്പലമായ തെളിവ് കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ കോടതി നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ തെളിവുകൾ ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം. നിരപരാധിയാണെന്നുണ്ടെങ്കിൽ താൻ നിരപരാധിയാണെന്നുള്ള തെളിവ് പ്രതിക്കും കൊടുക്കാൻ കഴിയും. രണ്ട് കൂട്ടർക്ക് അവരവരുടെ ഭാഗം തെളിയിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് കോടതി എന്ന് പറയുന്നത്. അതായത് ഒരു ആരോപണം ഉന്നയിച്ചു പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? അത് കറക്റ്റ് ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. കാരണം വളരെ വസ്തുതാപരമായി എന്ന് തോന്നുന്ന തരത്തിൽ മീഡിയയുടെ മുമ്പിൽ അവരത് പ്രസന്റ് ചെയ്യും. പക്ഷെ ആ പ്രസന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോടതി ഇത് കേസായി കഴിഞ്ഞാൽ ഈ ആർജവം തെളിവ് കൊടുക്കാൻ കൂടെ വേണ്ടേ? അതില്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കോടതിക്ക് ഒരു ആരോപണം ഒരാൾ പറഞ്ഞു എന്നുള്ള കാരണത്താൽ മാത്രം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പറ്റുമോ? കാര്യമില്ലല്ലോ. കേരളത്തിൽ അധികാരം പിടിക്കാൻ ദേശീയ പാർട്ടികൾ ആണ് ഉള്ളത്. ഓക്കെ, ശക്തമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ആയുധങ്ങളാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ ആയുധമാക്കാനും വേട്ടയാടൽ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങൾ പലപ്പോഴും ഓരോ വ്യക്തികളുടെയും കുടുംബജീവിതവും അവരുടെ സോഷ്യൽ ലൈഫും ഒക്കെ നശിപ്പിച്ച ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ യഥാർത്ഥ കേസുകളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കേസും ഓരോ സെപ്പറേറ്റ് രീതിക്ക് വേർതിരിച്ച് പരിശോധിക്കാനുള്ള വിവേചന ബുദ്ധി സമൂഹവും അതുപോലെ കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതപാത, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വളരെ താഴെ നിലയിൽ നിന്ന് ഉയർന്നു വന്ന ദീർഘകാലം രാഷ്ട്രീയ പരിചയമുള്ള നിരവധി പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തിപരമായ വരുമാനവും കുടുംബ നിക്ഷേപങ്ങളും ഏകദേശം 1 കോടി രൂപയ്ക്കടുത്ത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കത് വലിയ സംഖ്യയായി തോന്നാം. കാരണം ഇന്നലെ ഒരു വാർത്താ മാധ്യമം ഇതിനെ ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വേറൊന്നും പറഞ്ഞില്ല, അവരിങ്ങനെ കാണിച്ചു. പക്ഷേ
വർഷങ്ങളായുള്ള വരുമാനം, ദീർഘകാല സേവിങ്സ് ഇവ ചേർത്താൽ ഇത് അസാധാരണമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ത്യയിൽ ഏകദേശം 1.25 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിമാർക്ക് ശമ്പളമുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് 1.85 മറ്റാണ്, 1,85,000 രൂപയാണ്. ബാക്കിയുള്ള ചെലവുകളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 120 മാസം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് ഏകദേശം 2-2.5 കോടി രൂപ വരേണ്ടതാണ്. പക്ഷെ 1 കോടിയെ ഇവിടെ ഉള്ളൂ. നിയമപരമായിട്ട് ആസ്തി ഉണ്ടെന്നുള്ളത് തെറ്റൊരു ദിവസമാണ്. അത് ആസ്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ അഴിമതിക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് അതിൻ്റെ ഉറവിടം വിശദീകരിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയാതെ വരുമ്പോഴാണ് അത് അഴിമതിയായിട്ട് കണക്കാക്കപ്പെടേണ്ടത്. പക്ഷെ അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ളപ്പോൾ ആസ്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ പണം ഉണ്ടാക്കുന്നത് തെറ്റില്ലല്ലോ. അല്ല, ഇതൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാമെന്നേ. അതാണ് വിഷയം. ഇനി മറ്റൊരു കാര്യം, ഒരു സർക്കാർ ഒരു വ്യക്തിയല്ല, ഒരു വലിയ സംവിധാനമാണ്. മന്ത്രിമാർ, MLA മാർ, ഉദ്യോഗസ്ഥർ അങ്ങനെ വന്നാൽ എല്ലാ കാര്യങ്ങളും വ്യക്തിക്ക് മാത്രം ചുമത്തുന്നത് ശരിയാണോ? ഒരു വ്യക്തിയുടെ മുകളിൽ മാത്രം ചുമത്തുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. കാരണം ഓരോ കേസും ആരുമായി ബന്ധപ്പെട്ടതാണ്, എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. വ്യക്തിപരമായ ഉത്തരവാദിത്വവും അതുപോലെ ഒരു കൂട്ടുത്തരവാദിത്വവും സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവും ഒക്കെ ഓരോ കേസിനും വ്യത്യസ്തമാണ്. ഇനി ഒരു വലിയ സംശയം, അഴിമതി ഒരു വ്യക്തിയുടേതോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രതിഫലനമോ എന്നുള്ളതാണ്. നമ്മൾ തന്നെ നിയമങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന സമൂഹമാകുമ്പോൾ 100% അഴിമതിരഹിത ഭരണം സാധ്യമാണ്. അതായത് ഇപ്പോൾ പൊതുസ്ഥലത്ത് പുക വലിച്ചുകൂടാ എന്നുള്ള നിയമം ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ശേഷം മൈക്ക് വെച്ചുകൂടാ എന്നുള്ള നിയമമുണ്ട്. പക്ഷെ ഈ നിയമങ്ങളെല്ലാം ലംഘിക്കുന്നതിൽ ആനന്ദം കാണുന്നവരാണ് നമ്മുടെ ആൾക്കാരെന്ന്. സമൂഹവും ഭരണവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ യഥാ രാജ തഥാ പ്രജ എന്ന് പറയും പോലെ, പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഒരു അഴിമതിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയെയോ സമൂഹം മൊത്തത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ പ്രതിഫലനം ഈ പറയുന്ന ബ്യൂറോക്രസിയിലോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിലോ കാണപ്പെടുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നും അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനും പാടില്ല. നമ്മുടെ സിസ്റ്റം കൂടുതൽ ദുഷിച്ചു. അതുകൊണ്ട് സിസ്റ്റം ശക്തമാകണം. ഇവിടെ മറ്റൊരു സൈക്കോളജിക്കൽ ഭാഗം കൂടി ഉണ്ട്. ജനങ്ങൾ സാധാരണയായി ആഗ്രഹിക്കുന്നത് ശക്തനും കരുത്തനുമായ നേതാക്കളെയാണ്. സിനിമകളിൽ പോലും വില്ലന്മാരെ ശക്തമായി നേരിടുന്ന നായകന്മാരാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ട്രോങ് ലീഡറായ ഒരു വ്യക്തി ജനങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ ആ ഇമേജ് തകർക്കാൻ വ്യക്തിഹത്യ എന്നൊരു രാഷ്ട്രീയ തന്ത്രം വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും വരാനുള്ള സാധ്യത. ആ സാധ്യത ഒരിക്കലും നമുക്ക് നിഷേധിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പറയുവാനും സാധ്യമല്ല. ആരോപണങ്ങൾ പലപ്പോഴും വ്യക്തിഹത്യയായിട്ട് മാറാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ എല്ലാ ആരോപണങ്ങളും അത്തരത്തിൽ ദുരുപദിഷ്ടമാണ് എന്ന് പറയുകയും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിവേചനം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകണം എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിൽ ആർക്കെതിരെ എന്ത് പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. അല്ലാതെ മീഡിയ നമുക്ക് മുന്നിൽ വെച്ചു തരുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം, അല്ലെങ്കിൽ അതിൽ മാത്രമാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന സ്ഥിതി വരുമ്പോഴത്തേക്കാണത് മോശമാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇന്ന് അവരെ സമൂഹം നോക്കിക്കാണുന്ന രീതിയിലാണെന്നോ അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അത് ഒരു കാലത്തും ഒരു നേതാവിനെയും ഒരു ലീഡറെയും അങ്ങനെ അല്ലായിരുന്നു. അല്ല, അത് പിന്നീട് ആൾക്കാർ ജീവിക്കാൻ വേണ്ടി അവരെ ഉപയോഗിച്ച് ബിംബവൽക്കരണം നടത്താറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവരെ പരമാവധി ചിലർ ജീവിച്ചിരിക്കുമ്പോഴും ബിംബങ്ങളായി മാറാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നിയമത്തിന്റെ വഴിക്ക് പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഇമേജുകളിൽ കുടുങ്ങിക്കിടക്കാതെ അവനവന്റെ കോൺഷ്യസ് ഉപയോഗിച്ച് അവനവന്റെ ചിന്താശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ. അതായത് നിയമം സമയമെടുക്കും, രാഷ്ട്രീയം ഉടൻ വിധി പറയും. അവിടെയാണ് ഒരു പ്രശ്നം. ഒരു സാധാരണ പൗരന്റെ സംശയം ഇതാണ്, ഇത് വെറും ആരോപണമാണെങ്കിൽ മുൻകൂട്ടി വിധി പറയുന്നത്, രാഷ്ട്രീയമായിട്ട് പെട്ടെന്ന് വിധി പറയുമല്ലോ, വിധി പറയുന്നത് ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നതല്ലേ. അപ്പോൾ ജനങ്ങൾ ഇതെങ്ങനെ തിരിച്ചറിയും? അതിനാലാണ് വിവേചിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഒരു വോട്ടർക്ക് ഏറ്റവും പ്രധാനമായി. അവസാനമായി ഒരു വ്യക്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. തെറ്റ് ചെയ്താൽ അയാൾ ഒഴിവാകാനും പാടില്ല. ഈ രണ്ടിനിടയിലാണ് ഒരു വോട്ടറുടെ ഉത്തരവാദിത്വം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അവനവന്റെ ബോധ്യവും ഉപയോഗിക്കണം. ഒരു വ്യക്തിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ എന്താണെന്നുള്ളത് ഇപ്പം ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലാണല്ലോ. അപ്പം അതുകൊണ്ട് തെളിവുകൾ ലഭ്യമാണെങ്കിൽ അത് നോക്കി പരിശോധിക്കുക. അതുപോലെ ഇത് നിയമപരമായ കാര്യമാണോ ഈ ഉന്നയിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുക. അപ്പം ചിന്തിച്ചാണ് എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ചിന്താശക്തി ഉപയോഗിക്കുക, കോൺഷ്യസ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കേട്ടത് മാത്രമല്ല ചിന്തിച്ചതും കൂടിയാണ് വോട്ട് നിർണ്ണയിക്കേണ്ടത്.
ആരോപണം കേട്ട് വിശ്വസിക്കണോ, തെളിവ് നോക്കി തീരുമാനിക്കണോ? അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി. നമ്മുടെ ജനങ്ങൾ കൂടുതൽ വിവേകമുള്ളവരാകട്ടെ, അവർക്ക് സത്യം തിരിച്ചറിയാൻ കഴിയട്ടെ. അതോടൊപ്പം ജനാധിപത്യം കൂടുതൽ ശക്തമാകട്ടെ. ഞാൻ GP, ഇത് GP ടോക്സ്. ലെറ്റ് us talk anything real. താങ്ക് യു.